വ്യൂവേഴ്സിന് നമസ്കാരം. ഇത് നമ്മളിന്ന് കോക്കനറ്റ്, അതായത് തേങ്ങ തെങ്ങനെയാണ് നോക്കാം. തെങ്ങ്, കേരളത്തിൻ്റെ സ്വന്തം വൃക്ഷമായ തെങ്ങ്. കേരനിരകളാടുന്നൊക്കെ കേട്ടിട്ടില്ല നമ്മൾ. കേരളത്തിൻ്റെ സ്വന്തം മരമാണ് തെങ്ങ്. കേരളത്തിന് കേരം കാരണം മൂലമാണ് കേരളം എന്ന പേര് തന്നെ കിട്ടിയത്. നമുക്കറിയാം, പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് കേരളം സൃഷ്ടിച്ചത്. അങ്ങനെയൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ സത്യം തന്നെയാണ്. ഒരു തെങ്ങിന് 10 അടി 12 അടി വലിപ്പം വരും കായ്ക്കാനുള്ള സമയത്ത്. ഇത് വന്നിട്ട്, ഈ തെങ്ങ് വന്നിട്ട് 20 അടിയോളം വലിപ്പമുണ്ട്. ഇത് ഞാൻ തെങ്ങിൻ്റെ മുകളിൽ കയറി എടുത്ത വീഡിയോ അല്ല. ഇത് ടെറസിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് എടുത്ത വീഡിയോ ആണ്. നോക്കൂ, ഇത് സെൽഫി സ്റ്റിക്ക് മുഖേന എടുത്താണ്. ഒരു സൈഡ് മൊത്തം തേങ്ങ ഇട്ട് കഴിഞ്ഞു. ഇനി പിൻവശത്ത് തേങ്ങ ഉണ്ട്. കറിക്ക് അരയ്ക്കാനും അതിനും ഇതൊക്കെ നമ്മൾ എളുപ്പത്തിലെടുക്കുക. സാമ്പാറിന്, കുറുമക്കറിക്ക്, തേങ്ങ ചട്നി നമ്മൾ ഈ ദോശ വീട്ടിലും കഴിക്കാം. തേങ്ങ ചട്നി കൊണ്ട് തന്നെ വളരെ രുചികരമായിട്ട് കഴിക്കാം. ഈ തേങ്ങ ചില വീട്ടിൽ ഒരു മുളകും ലേശം ഉപ്പും ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് സാധാരണ ഹോട്ടലുകളിലും വീട്ടുകാരൊക്കെ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് നല്ല പ്രശസ്തി, നാവിന് രുചിയും കൊണ്ടാണ് തെങ്ങിന് ഈ പേരും പെരുമയും കിട്ടാൻ കാരണം. പിന്നെ ഇതിന് മണ്ടരി ബാധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തെങ്ങിൻ്റെ മുകളിൽ മണ്ടരി ബാധിച്ചു കഴിഞ്ഞാൽ തെങ്ങ് മൊത്തത്തിൽ കായ നിൽക്കും. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. പിന്നെ തെങ്ങിന് യൂറിയ, പൊട്ടാസ്യം എന്നുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കണം. അതേപോലെ ചാണകം, ആട്ടിൻകാട്ടം, ചാണകം, ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തേങ്ങ് നന്നായിട്ട് കായ്ക്കും. അത് കൂടാണ്ട് അത് കൊത്തിയിട്ട് അതിന് വളം ഇട്ട് കൊടുക്കണം. താഴെ കാണിച്ചില്ല, കൊത്തിയിട്ടിട്ടാണ് അതിൻ്റെ മുകളിൽ പച്ച ഇലകൾ മുകളിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ വളമിടുക, അതിൻ്റെ ഉള്ളിൽ വളമിടുക, നല്ല കുത്തിയിടുക. വേനൽക്കാലത്ത് നന്നായിട്ട് വെള്ളം ഒഴിക്കണം അതിൽ, അല്ലെങ്കിൽ കായ കമ്മിയായിട്ടേ വരൂ. തെങ്ങിൻ്റെ ഓല കൊണ്ട് നമ്മൾ ഈർക്കലെടുത്തിട്ടാണ് നമ്മൾ മുറ്റടിക്കാൻ ചൂലിന് ഉപയോഗിക്കുക. ഓല നമ്മൾ പട്ട തെങ്ങിൻ പട്ട നമ്മൾ ആല കെട്ടാൻ ഉപയോഗിക്കും. പണ്ടൊക്കെ നമ്മുടെ ദേശത്തിൽ മൊത്തം ആല കെട്ടിയിരുന്നത് തെങ്ങിൻ്റെ ഓല കൊണ്ടാണ്, മടഞ്ഞിട്ടാണ് കെട്ടിയിരുന്നത്. ഇപ്പോൾ അവിടെ അത് കാണാൻ സുലഭമാണ്. ഇതൊക്കെ റെയർ കേസായി മാറി നമ്മുടെ നാട്ടിൽ. തെങ്ങ് കൊണ്ടുള്ള വീട്, ഇളനീര് വെള്ളത്തിനൊക്കെ ഇപ്പം നല്ല വിലയാണ്. ഒരു തേങ്ങയ്ക്ക് കൊടുക്കണ 75-80 രൂപ 1 കിലോന്. ശരി, വാച്ച് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.